ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മമ്മൂട്ടിയുടെ ഏറ്റവും പുതുതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ടർബോ എന്ന സിനിമയുടെ ട്രെൻഡ് കൂടി പൂർത്തിയാക്കുമ്പോൾ ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ, എവിടെ മമ്മൂക്കയുടെ ബസൂക്ക? 2023 ടർബോയ്ക്ക് മുന്നേ തന്നെ ചിത്രീകരണം ആരംഭിച്ച സിനിമയായിരുന്നു ബസൂക്ക. പക്ഷെ ഇനിയും ബസൂക്ക എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകളൊന്നും തന്നെ ഇതിനോടകം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. ഒരു ഗെയിം ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ് ബസൂക്ക. ഒപ്പം തന്നെ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക് പോസ്റ്ററുകൾ മാത്രമേ നിലവിൽ പുറത്തു വന്നിട്ടുള്ളൂ. എന്തായാലും ടീസർ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ പുറത്തു വരാനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. ഈ വരുന്ന ഓണത്തിനും അതോടൊപ്പം തന്നെ പൂജയ്ക്കും ഇടയിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് അറിയാനായിട്ട് കഴിയുന്നു. ഈ ജൂലൈ മാസത്തോടെ ബസൂക്കയുടെ കൂടുതൽ അപ്ഡേറ്റുകളും പ്രതീക്ഷിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് മലയാളത്തിലെ അടുത്തൊരു കോമഡി എന്റർടൈനർ സിനിമ സുരാജ് ആസിഫ് അലി കോംബോയിൽ എത്തുന്ന അഡിയോസ് അമിഗോസ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നേരത്തെ ഓഗസ്റ്റ് 2 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ച സിനിമയുടെ റിലീസ് തീയതിയിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ചിത്രം സ്വാതന്ത്ര്യ ദിനത്തിൽ ഓഗസ്റ്റ് 15 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇന്ന് പുതുക്കിയ റിലീസ് തീയതി അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. സിനിമയുടെ ടീസർ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. നാളെ ജൂൺ 26 സുരേഷ് ഗോപിയുടെ ജന്മദിനമാണല്ലോ. ഇപ്പോഴത്തെ ജന്മദിനം പ്രമാണിച്ച് വരാനിരിക്കുന്ന ഒരു സിനിമയുടെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അത് വരാഹം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം അടുത്ത 2 മാസങ്ങൾക്കിടയിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സുരേഷ് ഗോപി സിനിമയാണ്. ചിത്രത്തിന്റെ ടീസർ മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെ നാളെ ജൂൺ 26 രാവിലെ 9 മണിക്ക് റിലീസ് ചെയ്യുന്നതാണ്. ഇനി വരാനിരിക്കുന്ന ദിലീപ് സിനിമകളുടെ ലൈനപ്പിലേക്ക് ഒരു സിനിമയുടെ റൂമർ കൂടി ഇടം പിടിക്കുകയാണ്. അത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത ദിലീപ് നായകനെത്തുന്ന സിനിമ എന്ന പേരിലാണ്. ഗണപതി തിരക്കഥ രചിച്ച് ചിദംബരം സംവിധാനം ചെയ്ത ദിലീപ്, ഒപ്പം തന്നെ മമത മോഹൻദാസ്, അർജുൻ അശോകൻ തുടങ്ങിയവർ സിനിമയിൽ അഭിനയിക്കുന്നുവെന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന റൂമേഴ്സ്. ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ ഇന്ത്യൻ വമ്പൻ സിനിമയാണല്ലോ കൽക്കി. 2898 AD. പ്രഭാസ് നായകനെത്തുന്ന നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഡ്യൂറേഷൻ 3 മണിക്കൂറിലധികം ഉണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായതാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ പകുതി, 2ാം പകുതി ഡ്യൂറേഷൻ പുറത്തു വരുമ്പോൾ 1 മണിക്കൂർ 34 മിനിറ്റാണ് സിനിമയുടെ ആദ്യ പകുതി ദൈർഘ്യമെങ്കിൽ 2ാം പകുതിക്ക് 1 മണിക്കൂർ 26 മിനിറ്റാണ് ദൈർഘ്യം. അപ്പോൾ കാത്തിരിക്കാം കൽക്കിയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്.